മഹാനായ ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ അവർ സ്വർഗമെന്ന് പറഞ്ഞാലും അവർ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെയാണ്. അള്ളാഹുവിലേക്കുള്ള ലിഖാഇനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആ ലിഖാ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, റബ്ബിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സ്വർഗവും നരകവും എന്നൊരു പ്രശ്നമല്ലല്ലോ. അപ്പോ അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു അവിടെ നിന്നുകൊണ്ട് പറഞ്ഞത്, അല്ലാഹുവേ, സ്വർഗത്തിന് വേണ്ടിയാണ് ഞാൻ അവിടെ നിന്ന് നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ, നിന്നെ അറിയാൻ ശ്രമിക്കുന്നതെങ്കിൽ എനിക്ക് നീ സ്വർഗം തരല്ലേ അല്ലാ. നരകത്തെ പേടിച്ചുകൊണ്ടാണ് റബ്ബേ ഞാൻ നിന്നെ അറിയാൻ ശ്രമിക്കുന്നതെങ്കിൽ, അല്ലാഹുവേ എനിക്ക് നീ അവിടെ നിന്ന് നരകത്തിലേക്ക് എന്നെ ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ ആരാ സുൽത്താൻ താരിഖീൻ സുൽത്താൻ സാഹിദീൻ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ ഈ ലോകത്തുള്ള എല്ലാ സുഖാനുഭൂതികളെയും ത്യജിച്ചുകൊണ്ട് കടന്നുപോയ മഹാനാ. അവരുടെ ഉദ്ദേശം സ്വർഗമല്ല, അവരുടെ ഉദ്ദേശം ഒരിക്കലും നരകമല്ലല്ലോ. അവരുടെ ഒരേ ഒരു ഉദ്ദേശം ഏതെന്നറിയോ? അത് അല്ലാഹുവിനെ അറിയലാണ്, അല്ലാഹുവിനെ കാണലാണ്. അതാണ് ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന, അതുകൊണ്ട് തന്നെയാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാലോ